മധുരവും പുളിയും എരിവും ഒത്തുചേർന്ന ഒരു അപൂർവ രുചിക്കൂട്ടാണ് ഈന്തപ്പഴം നാരങ്ങ അച്ചാർ. സാധാരണ നാരങ്ങ അച്ചാറിൽ നിന്നും വ്യത്യസ്തമായി ഈന്തപ്പഴത്തിന്റെ മധുരം കൂടി ചേരുന്നതോടെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിയുടെയും നെയ്ച്ചോറിന്റെയും ഒക്കെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഈ ലെമൺ ഡേറ്റ്സ് പിക്കിൾ. അച്ചാർ തയ്യാറാക്കാനായി ആദ്യം തന്നെ ചെറുനാരങ്ങ പുഴുങ്ങിയെടുക്കണം. 1 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. മൊത്തം 25 എണ്ണം ഉണ്ട്. നാരങ്ങ കഴുകിയതിനു ശേഷം ഒരു ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് പുഴുങ്ങിയെടുക്കാം. നാരങ്ങയുടെ തൊലി സോഫ്റ്റ് ആയി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിവിടെ 7 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ടുണ്ട്. ചെറുനാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ആവിയിൽ നിന്ന് മാറ്റി ചൂടാറിയതിനു ശേഷം 4ആക്കി കട്ട് ചെയ്ത് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. 30 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് 2ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഈന്തപ്പഴമാണ് കേട്ടോ. നമുക്കിനി അച്ചാർ തയ്യാറാക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് എണ്ണയിലേക്ക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് 1/2 മിനിറ്റ് ഇളക്കിയതിനു ശേഷം 1/2 കപ്പ് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം 100 ml എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇനി മൊരിഞ്ഞു വരണം. ഈ പരുവമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. എണ്ണയുടെ ചൂടിൽ കിടന്ന് നല്ല പാകത്തിന് മൊരിഞ്ഞു വന്നോളും. ഇഞ്ചിയും വെളുത്തുള്ളിയും വറവ് കൂടി എന്ന് തോന്നിയാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റിക്കോളൂട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. സ്റ്റവ് ഓൺ ചെയ്യാതെ തന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി നന്നായി ഇളക്കി പൊടികൾ മൂപ്പിച്ചെടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല കളർ കിട്ടും. എരിവാണെങ്കിൽ കൂടില്ല. പൊടികൾ മൂത്ത് വരുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. വിനെഗർ ഒഴിച്ച് തിളച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല പോലെ തിളപ്പിക്കണം. ഡേറ്റ്സ് ഒന്ന് വെന്ത് വരണം. വെള്ളം വറ്റിപ്പോകും എന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ല പോലെ തിളപ്പിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ച് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറുകി ഈ പരുവമാകുമ്പോൾ 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ മിക്സ് നല്ല പോലെ ചൂടാറിയതിനു ശേഷം, അതായത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത ചെറുനാരങ്ങ ചട്ടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ചാറോട് കൂടി ഇരിക്കണം മസാല, അല്ലെങ്കിൽ ഈന്തപ്പഴം ഉള്ളത് കൊണ്ട് ഒരുപാട് ഡ്രൈ ആയി പോകും തണുക്കുമ്പോൾ. അച്ചാർ കുറച്ച് ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. മസാല തണുത്തതിന് ശേഷം ചെറുനാരങ്ങ മസാലയിലേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പും 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. പുളി നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താട്ടോ. നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യം വരില്ല കേട്ടോ. ലെമൺ ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇത് കുറഞ്ഞത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ ചെറുതായിട്ടൊരു കയ്പ് ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഉപ്പിൽ കിടന്ന് ഒന്നുകൂടി സോഫ്റ്റ് ആയി കയ്പൊട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്